last, I forgot to ask to you some question. Which is the largest frog in the world? Here you can see the picture. It is 34 centimeter in length and about 3.5 kilogram weight. ലോകത്തിലെ ഏറ്റവും വലിയ തവള ആണ് ഇവിടെ കാണുന്നത്. ഇതിന്റെ പേരെന്താണ്? അതിന് 34 സെന്റിമീറ്ററോളം വളർച്ചയെത്തിയ തവളയ്ക്ക് 34 സെന്റിമീറ്ററോളം നീളവും 3-3.5 കിലോയോളം ഭാരവും ഉണ്ടാകും. എന്താണ് അതിന്റെ പേര്? Okay, if you know the answer, please write it in the comment box. ഈ വീഡിയോയുടെ താഴെ, അതായത് സ്ക്രോൾ ചെയ്ത് മേലോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും താഴെ മാറി റൈറ്റ് കമന്റ്സ് എന്നുണ്ട്. അവിടെ മാറി നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം എഴുതിയിടാം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് പാതാള തവളയെ അല്ലെങ്കിൽ പന്നിമൂക്കൻ തവളയെ കണ്ടെത്തിയത്? ആരാണ് അദ്ദേഹം? കേരളത്തിലുള്ള ഒരു പ്രൊഫസറാണ്. ആരാണ് അദ്ദേഹം? അതിന്റെ ഉത്തരവും നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. ഓക്കെ, ഈ പാതാള തവളയെ കുറിച്ച് കുറച്ച് കാര്യമുണ്ട്. അതിന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും കഴിച്ചു കൂട്ടുന്നത് മണ്ണിനടിയിലാണ്. മണ്ണിനടിയിലെ ചെതലുകളെ ഭക്ഷണമാക്കിയിട്ടാണ് ഈ പന്നിമൂക്കൻ തവള അല്ലെങ്കിൽ പാതാള തവള കഴിയുന്നത്. അത് ഈ മൺസൂൺ കാലമാകുമ്പോഴേ, ഈ മഴക്കാലമാകുമ്പോഴേക്കും 2 ആഴ്ചയോളം അത് ഭൂമിയുടെ പുറത്തേക്ക് വരും, മണ്ണിന് പുറത്തേക്ക് വരും. ഇണചേരാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. Then let's come to the point. Today we are going to discuss about biotic and abiotic factors. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും. എന്താണ് ജീവീയ ഘടകങ്ങൾ? ജീവനുള്ളവയെ ജീവീയ ഘടകങ്ങൾ എന്ന് പറയും. ജീവൻ ഉള്ള എല്ലാത്തിനെയും ജീവീയ ഘടകം എന്ന് പറയും. Things that have life are called biotic. B-I-O-T-I-C. Biotic factors. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഞാൻ ബയോട്ടിക് ഫാക്ടറാണ്, അല്ലെ? എനിക്ക് ജീവനുണ്ട്. ജീവനുള്ള വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ബയോട്ടിക് ഫാക്ടേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജീവനില്ലാത്തവയെ എന്തെന്ന് വിളിക്കും? ജീവനില്ലാത്തവയെ വിളിക്കുന്ന പേരാണ് അജീവീയ ഘടകങ്ങൾ. ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് അജീവീയ ഘടകമാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ജീൻസ് അജീവീയ ഘടകമാണ്. ഇത് ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്ന ക്യാമറ ജീവനില്ല, അതിന് അതും അജീവീയ ഘടകമാണ്. പിന്നെ ഞാൻ നിൽക്കുന്ന ഫ്ലോർ, തറ, അത് അജീവീയ ഘടകമാണ്. ഞാൻ നിൽക്കുന്ന ഈ റൂം അജീവീയ ഘടകമാണ്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം അജീവീയ ഘടകമാണ്. അങ്ങനെ നിരവധി അനവധി സാധനങ്ങൾ നമ്മുടെ വീടിന്റെ അകത്ത് തന്നെ കുറെ അധികം നമുക്ക് പട്ടികപ്പെടുത്താനുണ്ട് അജീവീയ ഘടകങ്ങൾ. The things that do not have life are called abiotic factors. They are mutually dependent. പക്ഷേ ഈ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ, ജീവനുള്ളവയും ജീവനില്ലാത്തവയും, അത് രണ്ടും തമ്മിൽ പരസ്പരം ആശ്രയിച്ച് അല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ജീവീയ ഘടകവും വേണം, അജീവീയ ഘടകവും വേണം. അമേരിക്കയിലെ ഒരു ശാസ്ത്രജ്ഞൻ പറയുന്നത്, ഒരു പിടി മണലെടുത്താൽ അതിൽ 5 കോടിയോളം സൂക്ഷ്മജീവികളുണ്ട്. മൈക്രോ ഓർഗാനിസത്തെ കാണണമെങ്കിൽ ശക്തിയേറിയ മൈക്രോസ്കോപ്പിലൂടെ നോക്കണം, അല്ലാതെ നമ്മളുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് മൈക്രോ ഓർഗാനിസത്തെ കാണാൻ ഒക്കത്തില്ല. അപ്പോഴേ ഈ മണ്ണിൽ ജീവിക്കുന്ന ആ ജീവനില്ലാത്ത മണ്ണില് ഈ ജീവനുള്ളവ അവിടെ ജീവിക്കുന്നു. അവ തമ്മിൽ പരസ്പരം ആശ്രയിച്ച, ഈ മണ്ണില്ലെങ്കിൽ അതിന് ജീവിക്കാനൊക്കെ അവിടെ, അപ്പൊ പരസ്പരം ആശ്രയിച്ചാണ് കഴിയുന്നത്. ഒരു പ്രത്യേക പ്രദേശത്തെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കൾ പരസ്പരം ആശ്രയിച്ച് കഴിയുന്നതിനെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്.
എൻ്റെ ആവാസ വ്യവസ്ഥ, എൻ്റെ വീട്, അല്ലെങ്കിൽ ഞാൻ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ, അതൊക്കെയാണ് എൻ്റെ ആവാസ വ്യവസ്ഥ. ഞാൻ എന്തെല്ലാം കാര്യങ്ങളെ ആശ്രയിച്ചു കഴിയും? ജീവനുള്ള ഞാൻ ജീവനില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളെ ആശ്രയിച്ചു കഴിയും? ഞാൻ എടുക്കുന്ന എയറിന് ലൈഫ് ഉണ്ടോ? ഇറ്റ് ഡസന്റ് ഹാവ് ലൈഫ്. എയറിന് ലൈഫ് ഇല്ല. എയർ എബയോട്ടിക് ആണ്, ജീവനില്ലാത്ത വസ്തുവാണ് വായു. സൺലൈറ്റിന് ലൈഫ് ഉണ്ടോ? ജീവനുണ്ടോ? ഇല്ല, ജീവനില്ലാത്ത വസ്തുവാണ് സൺലൈറ്റ്. ജീവനില്ലാത്ത വസ്തുവാണ് സൺലൈറ്റ്. ആ സൺലൈറ്റും എയറും വാട്ടർ, വെള്ളത്തിന് ജീവനുണ്ടോ? ഇല്ല. ഇതൊന്നും ലഭിച്ചില്ലെങ്കിൽ മനുഷ്യരായ നമുക്ക് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് ഈ ഭൂമിയിൽ നിലനിൽപ്പില്ല. അപ്പൊ ജീവനുള്ളതും ജീവനില്ലാത്തവയും തമ്മില് പരസ്പരം ആശ്രയിച്ച് കഴിയുന്നതിനെയാണ്, ഒരു പ്രത്യേക പ്രദേശത്തെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. പലതരം ആവാസ വ്യവസ്ഥയുണ്ട്. കര, ലാൻഡ് ഒരു ആവാസ വ്യവസ്ഥയാണ്. നമ്മളുടെ വീട്, നമ്മൾ താമസിക്കുന്ന വീട് നമ്മളുടെ ആവാസ വ്യവസ്ഥയാണ്. മത്സ്യങ്ങൾ താമസിക്കുന്ന നമ്മളുടെ കുളം അല്ലെങ്കിൽ കടല്, അത് ജലജീവികളുടെ ആവാസ വ്യവസ്ഥയാണ്. വനം മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ്. അങ്ങനെ പലതരം ആവാസ വ്യവസ്ഥകള് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു. നമ്മളെ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഹ്യൂമൻ ബോഡി, നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് കോടിക്കണക്കിന് സൂക്ഷ്മ ജീവികളുടെ ആവാസ വ്യവസ്ഥയാണ്. നമ്മളുടെ ബ്ലഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കോടിക്കണക്കിന് സൂക്ഷ്മ ജീവികള് വസിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബോഡി പോലും, നമ്മുടെ ശരീരം പോലും ഒരു ആവാസ വ്യവസ്ഥയാണ്. ഒരു കല്ല് വർഷങ്ങളായിട്ട് അഴുക്ക് പിടിച്ചു കിടക്കുന്ന ഒരു കല്ല്, മണ്ണിൽ കിടക്കുന്ന കല്ല് എടുത്തിങ്ങനെ നിവർത്തി നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിലും കുറെ ജീവികൾ താമസിക്കുന്നതാണ്. അത് ആ സ്ഥലവും ആ കല്ലും കല്ലിന്റെ അടിഭാഗവും എല്ലാം അവിടെ താമസിക്കുന്ന ജീവികളുടെ ആവാസ വ്യവസ്ഥയാണ്. നമ്മൾ അടുക്കളയിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ പല്ലി, പാറ്റ മുതലായ സാധനങ്ങളെയൊക്കെ കാണാം. അവരുടെ ആവാസ വ്യവസ്ഥ അതേതാണ്? അടുക്കളയാണ്. അപ്പൊ അങ്ങനെ ഈ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കള് പരസ്പരം ആശ്രയിച്ച് കഴിയുന്ന ഒരു പ്രത്യേക പ്രദേശത്തെ പറയുന്ന പേരാണ് ആവാസ വ്യവസ്ഥ. ഇംഗ്ലീഷിൽ എക്കോസിസ്റ്റം എന്ന് പറയും. എക്കോസിസ്റ്റം. An ecosystem is mutually dependent biotic and abiotic factors in a particular place. In your textbook, page number 12, you can find that what are the mutual dependence of different kinds of things. അവയിൽ പറയുന്നത് നിങ്ങൾക്ക് അതില് പരസ്പരം ആശ്രയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതില് മത്സ്യം എന്ന് പറഞ്ഞാൽ എന്തിനെയൊക്കെ ആശ്രയിക്കും? എവിടെയാണ് ജീവിക്കുന്നത്? ഇറ്റ് ലീവ്സ് ഇൻ വാട്ടർ. വെള്ളത്തിലാണ് ജീവിക്കുന്നത്. മത്സ്യം എന്ന് പറഞ്ഞാൽ ജീവനുണ്ട്, വെള്ളം എന്ന് പറഞ്ഞാൽ ജീവനില്ല. അപ്പോൾ തന്നെ പരസ്പരം ആശ്രയിച്ചു കഴിഞ്ഞു. It takes small organism as its food. അത് ആ കുളത്തിലുള്ള ചെറിയ ചെറിയ ജീവികളെയൊക്കെ തിന്നിട്ടാണ് മത്സ്യം കഴിയുന്നത്. ജലം, it provides shelter for many aquatic organisms. ജലം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ജീവികളുടെ വാസസ്ഥലമാണ് ജലം. കരയേക്കാൾ കൂടുതൽ ജീവികളുള്ള സ്ഥലമാണ് ജലം. കാരണം ഭൂമിയിൽ 2/3
ജലമാണ്. അപ്പൊ ജലം ജീവനുള്ള വസ്തുക്കൾക്കും ജീവനില്ലാത്ത വസ്തുക്കൾക്കും shelter for them. Next is banyan tree. Banyan tree, where it stands. എവിടെയാണ് അത് നിൽക്കുന്നത്? It stands finely on the land. Banyan tree ക്ക് ജീവനുണ്ട്, but it has soil. It has no life. Soil, മണ്ണിന് ജീവനില്ല. Banyan tree ക്ക് ജീവനുണ്ട്, പക്ഷെ banyan tree നിൽക്കുന്നത് മണ്ണിലാണ്. അപ്പൊ ജീവനുള്ള banyan tree ജീവനില്ലാത്ത മണ്ണിൽ നിൽക്കുന്നു. പരസ്പര ആശ്രയത്വം. ഇനി banyan tree helps restore water. banyan tree യുടെ വേരുകൾ ഭൂമിയിൽ ജലം സംഭരിച്ചു വെക്കുവാനായിട്ട് സഹായിക്കുന്നു. It gives fresh air. banyan tree അത് നല്ല ശുദ്ധവായു കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് എടുത്തിട്ട് ഓക്സിജൻ പുറന്തള്ളുന്നു. അങ്ങനെ ശുദ്ധവായു അവിടെ ലഭിക്കുന്നു. banyan tree provides shelter for many organisms. പല ജീവികൾക്കും banyan tree വാസസ്ഥലമാണ്. പുഴു മുതൽ കിളി, അണ്ണാൻ തുടങ്ങിയ ജീവികളെല്ലാം ഈ banyan ട്രീയിൽ വസിക്കുന്നു. പലതരം ആവാസ വ്യവസ്ഥയുണ്ടെന്ന് പറഞ്ഞു. കുളം ഒരു ആവാസ വ്യവസ്ഥയാണ്, നമ്മളുടെ വീട് ഒരു ആവാസ വ്യവസ്ഥയാണ്, വനം ഒരു ആവാസ വ്യവസ്ഥയാണ്. വനത്തെ കുറിച്ച് പറയുമ്പോൾ it provides shelter for many organisms. അത് വനം എന്ന് പറയുന്നത് ഒരുപാട് ജീവികളുടെ വാസസ്ഥലമാണ് വനം. Here is a question: which is the largest forest in the world? ഈ ലോകത്തിലെ ഏറ്റവും വലിയ വനം ഏതാണ്? Question number 2: which forest is known as the lungs of the earth? ഏത് വനമാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുവാൻ കാരണം ഈ ഭൂമിയിൽ ലഭിക്കുന്ന ശുദ്ധവായുവിന്റെ 20 മുതൽ 30% വരെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഫോറസ്റ്റിൽ നിന്നാണ്. So that it is called the lungs of the earth. Okay, you can write your answer in the comment box. മനുഷ്യന്റെ കുറെ പ്രവൃത്തി മൂലം ഈ വനം കുറെ നശിച്ചു. വനം നശിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങളല്ല, മരങ്ങൾ നശിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങളല്ല. 2018-ലും 2019-ലും നമ്മൾ കണ്ടതാണ് കേരളത്തിലെ വെള്ളപ്പൊക്കവും അതിനോടനുബന്ധിച്ചുണ്ടായ ഉരുൾപൊട്ടലും. 2019-ല് വയനാട്ടിലെ പുത്തുമലയിൽ, മലപ്പുറത്തെ കവളപ്പാറയിൽ കേരളത്തിൽ വെച്ചുണ്ടായ ഏറ്റവും വലിയ ലാൻഡ് സ്ലൈഡിൽ പെട്ടതായിരുന്നു ഇവർ രണ്ട്. എന്താണ് അതിന്റെ കാരണം? വാട്ട് ഈസ് ദ കോസ് ഓഫ് ലാൻഡ് സ്ലൈഡ്? എന്താണ് അതിന്റെ കാരണം? അതും വനവും മരവുമായിട്ട് എന്ത് ബന്ധം? ഓക്കെ, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് കാരണമാണ് ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് ദ മെയിൻ കോസ്. അതാണ് പ്രധാന കാരണം, സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്. ഹൗ ഇറ്റ് ഹാപ്പൻ? എങ്ങനെയാണ് ഈ സോയിൽ ഇറോഷൻ സംഭവിക്കുന്നത്? എങ്ങനെയാണ് മണ്ണൊലിപ്പ് സംഭവിക്കുന്നത്? അതിന്റെ കാരണം എന്താണ്? അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം? നമുക്ക് മണ്ണൊലിപ്പ് എങ്ങനെ തടയാം? Let us watch a video. Hi, I'm Jared. Welcome to Fun Science Demos. The big idea today is erosion and how water has the power to shape our land. So what you see in front of me are 3 different types of land. This first type is just bare soil. It's just soil. This next type has dead leaves on top.
And the third type has plants growing in the soil. When it rains, that water has the power to change the land. All of these bottles have the same soil. We covered this soil with dead leaves, and we grew some plants in this bottle. We've also used other plastic bottles to catch the water that's going to come out of these when we pour it into the bottle. So I'm going to slowly pour water in. You're going to see the water level rise. Take a look at the bottle we used to catch the water. Well, what do you notice? Well, it's cloudy. So why is it cloudy? That's because all the dirt and the soil from our bottle was washed into the cup. The water had the power to actually take the dirt and the soil with it out of the bottle and into the cup. The water moved the soil. So we've zoomed in so you can compare the two. This one has a lot of the soil in the container. This one just has a little bit of the particles, a little bit of the soil in that water. So why do you think this container is a little bit cleaner? Well, what's different between the two? Well, this one had leaves, dead leaves on top, and I think most of these dead leaves helped protect the soil underneath from moving with the water. So what do you think is going to happen with our third container? We have plants growing in the soil. What's going to happen when we add water and make it rain in this container? So the question is why? Why is this water cleaner? I poured about the same amount of water into each container of soil. This one looks really clean. Look at why the water coming out of this bottle was so clean and clear compared to the others. To do that, I'm going to actually lift these plants out of this bottle and let's see what happens. Well, what I notice right away is what comes along with all of the plants. Well, the soil is actually coming out too. When I flip it over, I think you'll be able to see why. So we've zoomed in so we can see what's going on here. Why is this soil staying together? Why is it staying in place? Well, you can see the roots from our plants grew into the soil, and almost like little fingers, those roots are holding the soil together. So when it rains, the roots keep the soil from washing away. The roots of the plant, that's what keeps the water from eroding the soil. Besides holding the soil together and in place, roots do another amazing thing. To show you that, I'm going to squeeze this and I want you to watch what happens. Where did all that water come from? Well, that came from when we made it rain on our soil. The roots of the plants helped hold that water in. നിങ്ങൾ വീഡിയോ കണ്ടു. നിങ്ങൾക്ക് തന്നെ അതിന്റെ ഉത്തരം എഴുതാം. How will you prevent soil erosion? എങ്ങനെയാണ് നിങ്ങൾ മണ്ണൊലിപ്പ് തടയുവാൻ പോകുന്നത്? Please you write it in your notebook and show it to your teacher. We'll meet you in next class. Till then, bye bye.